നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മലയാള സിനിമ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ ഹിന്ദി പതിപ്പിന് മികച്ച പ്രതികരണങ്ങൾ. ശക്തമായ വിഷയം മുന്നോട്ട് വെച്ച് കേരളത്തിൽ വലിയ കയ്യടി നേടിയ ചിത്രമായിരുന്നു ജിയോ ബേബി സംവിധാനം ചെയ്ത ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. നിമിഷ സജയനും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം പാൻ ഇന്ത്യൻ തലത്തിൽ വലിയ ചർച്ചകളാണ് ഉണ്ടാക്കിയത്. ചിത്രത്തിലെ നിമിഷയുടെയും സുരാജിന്റെയും പ്രകടനങ്ങളും സിനിമ മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും ഏറെ ചർച്ചയുണ്ടാക്കിയിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് സംബന്ധിച്ച വാർത്തകളാണ് പുറത്തുവരുന്നത്. ഹിന്ദി റീമേക്ക് കഴിഞ്ഞ ദിവസം OTT-യിലൂടെയാണ് പുറത്തു വന്നത്. മിസിസ് എന്ന പേരിട്ട സിനിമയിൽ സാനിയ മൽഹോത്രയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും സിനിമയ്ക്ക് ലഭിക്കുന്നത്. പുരുഷന്മാർ ഉറപ്പായും കണ്ടിരിക്കേണ്ട സിനിമയാണ് മിസിസ് എന്നും ഒരു റീമേക്ക് സിനിമ എങ്ങനെ മികച്ചതായി എടുക്കാമെന്നതിന് ഉദാഹരണമാണ് ഈ സിനിമയെന്നുമാണ് ചിത്രം കണ്ടവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് സാനിയ മൽഹോത്രയ്ക്ക് ലഭിക്കുന്നത്. ബോളിവുഡിലെ നെപ്പോ കിഡുകൾ സാനിയയെ കണ്ട് പഠിക്കണമെന്നും സിനിമയിലെ അഭിനയത്തിന് സാനിയയ്ക്ക് നാഷണൽ അവാർഡ് ലഭിക്കുമെന്നുമാണ് പ്രേക്ഷകർ കുറിക്കുന്നത്. C5-ലൂടെയാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. ഇതിനോടകം തന്നെ C5-ൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയായി മിസിസ് മാറി. ആരതി കഥവാണ് മിസിസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിയോ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ജ്യോതി ദേശ്പാണ്ഡെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കൻവൽജിത് സിംഗ്, നിഷാന്ത് ദാഹിയ, അപർണ ഘോഷാൽ, നിത്യ മോയൽ തുടങ്ങിയവരാണ് മിസിസിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഹർമൻ ബവേജ, അനു സിംഗ് ചൗധരി എന്നിവർ ചേർന്നാണ് സിനിമയുടെ ഹിന്ദി പതിപ്പിന് തിരക്കഥ ഒരുക്കിയത്. ചിത്രം നേരത്തെ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലും ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിലും പ്രദർശിപ്പിച്ചിരുന്നു. മികച്ച അഭിപ്രായങ്ങളാണ് അവിടെ നിന്നും സിനിമയ്ക്ക് ലഭിച്ചത്. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ തമിഴ് റീമേക്ക് നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. ഐശ്വര്യ രാജേഷും രാഹുൽ രവീന്ദ്രനുമായിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത്. എന്നാൽ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല.